ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്, നിങ്ങളൊരു ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതും ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആക്ച്വലി 15,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ആക്ഷൻ ക്യാമറ ആണ് നമ്മുടെ DJIന്റെ ആക്ഷൻ 4 എന്ന് പറഞ്ഞ മോഡൽ. നിങ്ങൾക്കറിയാം ഓൾറെഡി 2 കൊല്ലമൊക്കെ മുകളിലായിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം ഈ സാധനം ലോഞ്ച് ചെയ്തപ്പോൾ 40,000 രൂപ 45,000 രൂപയ്ക്കൊക്കെയാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായത്. അത് മാത്രമല്ല, അത് അന്ന് ലോഞ്ച് ചെയ്ത അതേ മോഡലല്ല, ഇതിപ്പോൾ ഒരു പുതിയ മോഡൽ അവർ ഇതിന് റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് ഇറക്കിയിരുന്നു. അതായത് ആദ്യം ഇറക്കിയപ്പോൾ ഇതിന് 32 GB ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പുതിയൊരു മോഡൽ ഇറക്കിയിരുന്നു. ആ സാധനമാണ് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് 128 GB വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. നമുക്ക് മെമ്മറി കാർഡിന്റെ നോർമലി ആവശ്യം വരില്ല. അതുപോലെ തന്നെ ഹീറ്റിംഗ് അത്യാവശ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 4K ഇടുമ്പോഴാണ് മെയിനായിട്ട് ഹീറ്റിംഗ് വരുന്നത്. 1080p ഇടുമ്പോൾ വലിയ ഹീറ്റിംഗ്, അങ്ങനെ കാര്യമായിട്ടുള്ള ഹീറ്റിംഗോ അല്ലെങ്കിൽ ഇടയ്ക്ക് സ്റ്റോപ്പ് ആവുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൽ ആദ്യം ഇറങ്ങിയ മോഡലൊക്കെ 10 മിനിറ്റ് ആകുമ്പോഴേക്കും സാധനം സ്റ്റോപ്പ് ആവാറുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മളുണ്ട്. 15,000 രൂപയ്ക്ക് നല്ല നോർമലി ആക്ഷൻ ക്യാമറ നല്ല ബ്രാൻഡഡ് സാധനമൊന്നും കിട്ടില്ല. അപ്പോൾ DJIന്റെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെ ഞാനൊരു സർവീസിനെ കുറിച്ച് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. DJI Insta360, GoPro, ഇതൊന്നും നമുക്ക് ഇന്ത്യയിൽ ഡയറക്റ്റ് സർവീസ് ഇല്ല. അപ്പോൾ ഇവരുടെ സർവീസ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനൊരു സീരീസിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഇടുമ്പോൾ പറയാം. അപ്പോൾ എന്തായാലും ഇത് പവർ ബണ്ടിലാണ് കേട്ടോ. അതായത് നമുക്ക് 2 മോഡൽ മുമ്പ് ഇറങ്ങിയിരുന്നു, ഇപ്പോൾ അതില്ല. ഒരു പവർ ബണ്ടിലും ഉണ്ടായിരുന്നു, ഒരു ഡിസ്പ്ലേ ബണ്ടിലും ഉണ്ടായിരുന്നു. അതായത് ഫ്രണ്ടിലും ഡിസ്പ്ലേ വരുന്ന വേറെ മോഡലായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇല്ല കേട്ടോ. ഇത് പവർ കോംബോ എന്ന സാധനമാണ്. അപ്പോൾ ഇത് 128 GB നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നതായിരിക്കും. 128 GB. അതുപോലെ തന്നെ ബോക്സിൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ബോക്സിന് പരിചയപ്പെടുത്താൻ ആയിരുന്നില്ല. പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് ആക്സസറീസ് കൂടി കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ. സാധനം ഇത്ര തന്നെ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു മാഗ്നറ്റിക് ഹെഡ് ബാൻഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താ പറയുക, ഹെഡ് ബാൻഡിന് ഉപയോഗിക്കാം. അത് മാഗ്നറ്റിക് ആയിട്ടുള്ള വരുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ എൻ്റെ തലയിൽ കൊള്ളുമോ? ടൈറ്റ് ആയിരിക്കും. ടൈറ്റാണ്, പക്ഷെ കൊള്ളും. എലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ടൈറ്റ് ആക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ഈ സാധനം വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഇത് എലാസ്റ്റിക് ആണ്, അതുകൊണ്ട് ഇത്ര ടൈറ്റ്. അല്ലെങ്കിൽ തന്നെ മുടിയില്ല, ഇനിയിപ്പോൾ വെച്ചപ്പോൾ മുടിയൊക്കെ പോയി. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു മാഗ്നറ്റിക് പെൻഡന്റ് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു പെൻഡന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും പോട്ടെ. പിന്നെ നമുക്കൊരു മാഗ്നറ്റിക് കേസുകൾ കിട്ടുന്നുണ്ട് 2 അത് നമുക്ക് ഓൾറെഡി ക്യാമറയുടെ കൂടെ ഇടാനുള്ളതാണ്. അപ്പോൾ ഈ കേസ് ഇട്ട് കഴിഞ്ഞാൽ ഹീറ്റിംഗ് കുറയുന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെപ്പറേറ്റ് എന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ഫ്രീ തന്നെയാണ്. അപ്പോൾ ആ കേസ് ഇത് അത്യാവശ്യം നല്ല കേസാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ലെൻസിനൊക്കെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇത് ആ കേസ് ഇട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആ പവർ മോഡ്യൂൾ വരുന്നത്. പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ മെമ്മറി കാർഡ് എക്സ്പാൻഡും ചെയ്യാം. നമ്മുടെ മെമ്മറി നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് തന്ത് കാണുന്നതായിരിക്കും, ഗ്രീൻ. അതുപോലെ തന്നെ മാഗ്നറ്റിക് ആണ്. അപ്പോൾ എന്തായാലും തൽക്കാലം ദൂരം ഇതിൽ തന്നെ ഇൻബിൽഡ് ബാറ്ററി ഉണ്ടാവും കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടും. ഞാൻ ഇപ്പോൾ ഇത് കുറച്ച് മുമ്പ് വന്നല്ലോ. ഞാൻ അതിനിപ്പോൾ എന്താ പറയുക, ടെമ്പർ ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഞാൻ ഒട്ടിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ചെറിയൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഉള്ളിലായിട്ട് തന്നെ കാണാം. അതുകൊണ്ട് തന്നെ ലെൻസിന് അത്യാവശ്യം ചെറിയൊരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. മെറ്റാലിക് ബിൽഡാണ് വരുന്നത്. അപ്പോൾ 15,000 രൂപയ്ക്ക് സാധനം കണ്ണും പൊട്ടിട്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം. 15,000 രൂപയ്ക്ക് നിങ്ങളൊരു ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ണും പൊട്ടിട്ട് കേട്ടോ. പ്രത്യേകിച്ച് 128 GB ഇൻബിൽഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ റേഞ്ചിൽ വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഓണാക്കി കാണിച്ചുതരാം. അപ്പോൾ ഡിസ്പ്ലേ ഞാൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് മിമോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, DJIന്റെ മിമോ. അത് ആക്ച്വലി പ്ലേ സ്റ്റോറിലില്ല, ആപ്പിൾ സ്റ്റോറിലുണ്ട്. പ്ലേ സ്റ്റോറിലില്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും അവരുടെ വെബ്സൈറ്റ് കയറിയിട്ട്. അപ്പോൾ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിമോൻ്റെ ആപ്പ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആക്ഷൻ 4 ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു ആക്ഷൻ 4 ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ GoPro ഒക്കെ പണ്ട് വിട്ടതാണ് കേട്ടോ. GoPro 9ഉം 10ഉം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടി എനിക്ക് മതി GoPro. നല്ല കൂറ സാധനമാണ്. അപ്പോൾ ഈ സാധനം ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രം GoPro, അല്ലെങ്കിൽ വേണേ 2 ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ ആയിരുന്നു വേണ്ടതെന്ന് വെച്ചാൽ എടുത്താൽ മതി. എന്ന് വെച്ചാൽ GoProൻ്റെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ 64 GB കാർഡ് ഇട്ടും വിചാരിക്കുക. അപ്പോൾ പകുതി നമ്മളിക്ക് ആ സാധനം സ്റ്റക്കാവും, ഹീറ്റാവും ഒക്കെ ചെയ്യും. ഇതിന് അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഭയങ്കര ലാഗ് ചെയ്യുക. ലേറ്റസ്റ്റ് ഇറങ്ങിയ സാധനം അത്യാവശ്യം കുറച്ച് ഇനീഷ്യലി വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ കുറച്ച് നേരം റെക്കോർഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ലാഗ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതാണ് GoProൻ്റെ മെയിൻ പ്രോബ്ലം. ഇവരുടെ എന്താ പറയുക, ആപ്പൊക്കെ ഭയങ്കര സ്മൂത്ത്. അതുപോലെ തന്നെ യൂസർ ഇന്റർഫേസ് ഒക്കെ കിടലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മുകളിൽ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഓൺ ആണ്. ഇതിപ്പോൾ ഞാൻ കേസ് ഇട്ടിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ കേസ് ഇട്ടപ്പോൾ ഓൺ ആക്കി അമർത്തി കഴിഞ്ഞാൽ സാധനം ഓണായിട്ട് മാഗ്നറ്റിക് പ്രൊട്ടക്ട് കേസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഓൾറെഡി ഒരു ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈറ്റിൽ കാണുന്നുണ്ടോ അറിയില്ല. ക്യാമറ യൂസേജ് ടൈം എക്സ്റ്റെൻഡഡ്, ഡു നോട്ട് റിമൂവ് പ്രൊട്ടക്ട് കേസ് ഡ്യൂറിങ് റെക്കോർഡിംഗ് ആസ് ക്യാമറ ഓൺ ടെമ്പറേച്ചർ ഇസ് ടു ഹൈ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ ഫുൾ ബാറ്ററി ഫുള്ളില്ല, ചെറിയ ബാറ്ററി മാത്രമേ ഉള്ളൂ. 109 GB മെമ്മറി നമുക്ക് ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെ. നമുക്ക് എക്സ്ട്രാ സാധനത്തിൻ്റെ ആവശ്യമില്ല.
1080p 480 എല്ലാം നമുക്ക് കിട്ടും. ഇവരുടെ യൂസർ ഇന്റർഫേസ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. 1080p സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങുന്നുണ്ട്, നമുക്ക് 4K വരെ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം ഞാനൊരു 10-15 മിനിറ്റ് ഒക്കെ ഇതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എന്താ പറയുക, വീഡിയോ ഫുട്ടേജ് നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഓൾറെഡി ഇതൊക്കെ പഴയ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ എടുത്തിട്ട് വരാം. ഇവിടെ നമുക്ക് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ആകെ സ്റ്റുഡിയോ ലൈറ്റ് മാത്രമല്ലോ. അപ്പോൾ ഞാൻ ഇത് ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഈ മുകളിൽ തന്നെ അമർത്തിയാൽ മതിട്ടാ. അപ്പോൾ ഞാനിത് മുകളിൽ അമർത്തുകയാണ്. നിങ്ങൾക്ക് ബീപ്പ് സൗണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മുടെ റെക്കോർഡിങ് ആവുന്നുണ്ട്. ഞാനത് സൈഡിൽ അല്ലെങ്കിൽ വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവം കാണാം. ഞാനത് ഷേക്കും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഇതിൽ കുറേ എന്താ പറയുക മോഡുകളുണ്ട്. റോക്ക് സ്റ്റഡി മോഡുണ്ട്, സ്റ്റഡി മോഡുണ്ട്, വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇത് ബേസിക് ആയിട്ടുള്ളൊരു മോഡാണ് സ്റ്റഡി മോഡായിട്ട്. ഇത് കഴിഞ്ഞിട്ട് റോക്ക് സ്റ്റഡി ഉണ്ട്, അതിൻ്റെ മുകളിൽ വേറെ സ്റ്റഡി ഉണ്ട്. ഹൊറിസോണ്ടൽ നമുക്കുണ്ട്, നമുക്ക് തിരിച്ചാലും സംഭവമൊന്നും കുഴപ്പമൊന്നും പറ്റില്ല. അതൊക്കെ നമുക്ക് എനേബിൾ കാലിബ്രേഷനൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ നമുക്ക് 1x ഉം 2x ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ക്യാമറ അടുത്ത് കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഇതിനുള്ള കാരണം അത്ര ഫോക്കസ് ആവില്ല. അപ്പോൾ നമുക്ക് 1x നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1x ഉം 2x ആക്കാൻ പറ്റും. ഇതിപ്പോൾ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഓൾറെഡി നമ്മുടെ ബ്രൈറ്റ്നസ് ആണ്, അത് ഫുള്ളാണെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്യാം. അത് നമ്മുടെ റെക്കോർഡിങ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ഇത് സ്വിച്ചാണത്. ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിരിക്കുന്നത് കറക്റ്റല്ല അതുകൊണ്ട് അവിടെ ടെമ്പർ ഗ്ലാസ്സേ ഞാൻ ആ ഒട്ടിച്ച ടെമ്പർ ഗ്ലാസിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണുന്ന അറിയില്ല, ചെറുതായിട്ടൊന്ന് പൊന്തിക്കുന്നുണ്ട്. കാരണം അവിടെ ടച്ച് ആവുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ ഒട്ടിച്ച് ചെറുതായിട്ട് ലാഗായിട്ടുണ്ട്. പിന്നെ ഇത് ബാറ്ററി ബാക്കപ്പ് ഇല്ല കേട്ടോ. ബാക്കപ്പ് ഇല്ല എന്നല്ല, ബാറ്ററി ചാർജ് ഇപ്പം ഇല്ല. ഇത് ആമസോണിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. നല്ലൊരു ഞാൻ അത് ഒട്ടിച്ച് വെക്കാൻ കാണിക്കും. ഇതാണ് നമ്മുടെ മോഡ്യൂൾ, പവർ മോഡ്യൂൾ വരുന്നത്. ഓട്ടോമാറ്റിക് വെച്ച് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ തന്നെ ചാടി പിടിച്ചോളൂ. ഇത് ഉണ്ടാ അപ്പോൾ സാധനം ചാർജ് ആയിക്കോളും. കൊണ്ടു 93% ബാറ്ററി റിമൈനിങ് ഫോർ പവർ മോഡ്യൂൾ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് സുഖമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഡൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഈ പെൻഡൻ്റെ കൂടെ സംഭവം കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഡിജോൻ്റെ ക്യാമറാസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ആക്ഷൻ 4 ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ആക്ഷൻ 2 ആണിത്. ആക്ഷൻ 4 ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. ആക്ഷൻ 5 ഇറങ്ങിയിട്ടാണ്, വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളത് പ്രൈസ് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 10,000-6,000 രൂപ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ഷൻ 4 വാങ്ങിയായിരിക്കും നല്ല കേട്ടോ. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ക്വാളിറ്റിക്ക്. അപ്പോൾ ഇതിങ്ങനെ സൈസ് റെഡ്യൂസിങ് ആണൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മാലയമ്മ കയറി പിടിച്ചു. അല്ല അതിൻ്റെ നമ്മുടെ സ്പീക്കർ ഉണ്ടാകുന്ന ഇവിടെ, അതിൻ്റെ മാഗ്നറ്റിക് ആണല്ലോ, അതുമ്മ കയറി പിടിച്ചു സാധനം. അപ്പോൾ ഇത് പവർ മോഡ്യൂൾ ഇല്ലെങ്കിൽ പറ്റും. പവർ മോഡ്യൂൾ നമുക്ക് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. ഈ പവർ മോഡ്യൂൾ എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നോബ് ഉണ്ട്, അമർത്തി പിടിച്ചിട്ട് വലിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ ഈ സാധനം കൊണ്ടുകൂടെ വെച്ചാൽ മതി. സാധനം ഒട്ടിപ്പിടിച്ചോളും തന്നെ. തലയിരിഞ്ഞു പോയി, സോറി. ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, എവിടെ സാധനം ഇതിലാണ് വെക്കേണ്ടത് കേട്ടോ, തെറ്റിപ്പോയി. ഇത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ ഞാനൊരു അക്സസറി കൂടി കാണിക്കാൻ പറഞ്ഞു. ഈ ഒരു മാഗ്നറ്റിക് അക്സസറിയും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇവിടെ വെക്കാൻ കണ്ടു. ഓട്ടോമാറ്റിക്കലി തന്നെ കയറി പിടിച്ചോളും. എല്ലാത്തിനും നമുക്ക് ഇവിടെ ഒരു നോബ് പോലെ സാധനം ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിടും കേട്ടോ. പക്ഷെ നല്ല സ്ട്രോങ് ആണ് മാഗ്നറ്റിക്, നല്ല ഡ്യൂട്ട് സ്ട്രോങ് മാഗ്നറ്റിക് ആണ്. ഇത് എൻ്റെ ഇവിടെ ഈ സാധനമുള്ള കാരണേ ഇതിങ്ങനെ നമുക്ക് വെക്കാം കേട്ടോ. ഉണ്ടോ? എൻ്റെ അവിടെ നമ്മുടെ മൈക്ക് ഉണ്ട്. അത് കാരണം അത് വേണ്ട, നമുക്കിത് ഊരിയിട്ട് ഞാൻ കാണിച്ചു തരാം സെപ്പറേറ്റ്. ആ മൈക്കിൻ്റെ മാഗ്നറ്റിക് ഉള്ള കാരണം ഏത് രണ്ടും തമ്മിൽ അടി കൂടുക അവിടെ കിടന്നിട്ട്. ഞാൻ അതിൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കാണിച്ചു തരാം. അതാണ് നമ്മുടെ മാഗ്നറ്റിക് സാധനം. അപ്പോൾ ഇതിൽ എൻ്റെ അടി ഉണ്ടല്ലോ, അടി കൊണ്ടുപോയി വെച്ചാൽ മതി. കണ്ടു? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫുട്ടേജ് ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു എക്സ്ട്രാ സംഭവമുണ്ട്. അത് ഇങ്ങനെ വെക്കുക. ചേട്ടാ അതെങ്ങനെയായിരുന്നു, തലയിരിഞ്ഞു പോയല്ലോ. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിൽ വെക്കാം. അതിൻ്റെ മാഗ്നറ്റിക് നല്ല സ്ട്രോങ് ആട്ടാ. അങ്ങനെ വേണമെങ്കിൽ വെക്കാം കേട്ടോ സാധനം. അപ്പോൾ ഭയങ്കര സ്ട്രോങ് മാഗ്നറ്റിക്. ഇതിൻ്റെ മാഗ്നറ്റിക് സാധനം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വലിച്ച കിട്ടില്ല, അത്രയ്ക്കും സ്ട്രോങ് ആണ് സാധനം. അപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ ഇത് അമർത്തി പിടിച്ചാൽ മതി. മുകളിലത്തെ സ്വിച്ച് ആകെ ഒരു സ്വിച്ച് ഉള്ളൂ കേട്ടോ, ആകെ ഒരു ഫിസിക്കൽ സ്വിച്ച് ഉള്ളൂ. ഇപ്പോൾ ഓഫായി കണ്ടു. അപ്പോൾ ഒരു കിടിലൻ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആക്ഷൻ ക്യാമറ
വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചാൽ മതി. അങ്ങനെ ലോക്കൽ കുറേ സാധനങ്ങളുണ്ട് ആമസോണിലൊക്കെ. ഇന്ത്യൻ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഇന്ത്യൻ ഒന്നല്ല, വെറുതെ ചൈനീസിന് ലോക്കൽ സാധനം വാങ്ങിച്ചിട്ട് ഇന്ത്യൻ പേര് അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കൂതറ സാധനം വാങ്ങിക്കാണ്ടിരിക്കുക. പിന്നെയും പേരെന്ന് പറയുന്നത് SJ ആണ്, അതും ചൈനീസ് തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ അതിലെന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല സാധനം കിട്ടണമെങ്കിൽ 15,000 രൂപ 12,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ടൊക്കെ എന്തുകൊണ്ടും ബെറ്ററാണ് ഈ സാധനം. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞ ഈ ചെറിയ ഇഷ്യൂസുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറേയൊക്കെ സോൾവ് ആയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, മെമ്മറി ഇഷ്യൂ ഒക്കെ ഇപ്പോൾ ഓൾറെഡി സോൾവ് ആയിട്ടുണ്ട്. 128 GB ഉണ്ടല്ലോ ഇപ്പോൾ. അതിൽ 150 GB നമുക്ക് ഇൻബിൽഡ് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറെ എക്സ്ട്രാ മെമ്മറി കാർഡ് വേണമെന്ന് വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബാറ്ററി ബാക്കപ്പ് നോക്കിയപ്പോൾ അത്യാവശ്യം 40 മിനിറ്റ് ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട് വിത്തൗട്ട് പവർ മോഡ്യൂൾ. ഇപ്പോൾ പവർ മോഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഡബിൾ കിട്ടും. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് സാധനം ക്യാമറ ചെറുതാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മോട്ടോ വ്ളോഗിങ് ഒക്കെ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഹെഡ് ബാൻഡിലൊക്കെ ഇതുപോലെ ഈ സാധനത്തിലൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് പോകാലോ. അത് എനിക്ക് ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ ഒട്ടിക്കലേ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് സാധനം ഉണ്ട് ഇവിടെ, അത് നോക്കി വെച്ചാൽ മതി. അതെനിക്ക് എപ്പോഴും കണ്ടു, അത് നോക്കി വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇതുമായിട്ട് ചെയ്യാം. അതെനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ, അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാം. എല്ലാ ഷേപ്പ് പോലെ ഇരിക്കുന്നത്. അത് കാരണം നേരത്തെ ഞാൻ കിടന്ന് തപ്പുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു Type C to Type C കേബിൾ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചോ ഇല്ലല്ലോ. Type C Type A to Type C ആണ് കേട്ടോ. അപ്പോൾ Type A to Type C നമ്മുടെ കേബിളും കിട്ടുന്നുണ്ട് എക്സ്ട്രാ ബോക്സിൽ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ DJIൻ്റെ ആക്ഷൻ 2 പവർ മോഡ്യൂൾ 128 GB അൺബോക്സിംഗ് ആണല്ലോ. അപ്പോൾ 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിടിലൻ ആക്ഷൻ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ കണ്ണും പൊട്ടി വാങ്ങിക്കാം. ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും വേറെ ആ ലോക്കൽ സാധനത്തിനൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ ഞാൻ കമൻറ്റുകൾ കണ്ടു കുറേ ഇതുപോലെ തന്നെ വീഡിയോയിൽ. എന്താ പറയുക, ഇതിനായിട്ടും സൂപ്പർ സാധനമായിട്ട് കുറേ ലോക്കൽ സാധനങ്ങളുണ്ട്, അത് വാങ്ങിച്ചാൽ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്ത്യൻ ഒന്നും അല്ല കേട്ടോ. അതിൽ 99% സാധനങ്ങളും ചൈനീസ് സാധനം തന്നെയാണ്. അത് റീബ്രാൻഡ് ചെയ്തിട്ട് ഇറക്കുന്നതാണ്. നമ്മുടെ ബോട്ടും ഈ ഫയർ ബോൾട്ടൊക്കെ ചെയ്യുന്നത് അതേ പരിപാടി നെവ്മാരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരുടെ ടെക്നോളജി ആയിട്ടൊന്നും പിടിക്കാനേ പറ്റില്ല ഇന്ത്യൻ കമ്പനീസിനൊന്നും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയിട്ടും. അത് സത്യമാണ്. അതുകൊണ്ട് അത് ഞാൻ ചൈനീസ് കമ്പനിയുടെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അതാണ് സത്യം. അത് ഇപ്പം മുണ്ടാടുന്നൊരു കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അമേരിക്കൻ കമ്പനീസ് പോലും പിടിച്ചേക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ ചെയ്താൽ മതി. അടുത്ത വീഡിയോ കാണാം.